എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് നാളെ നടക്കും. ഗവൺമെൻറ് കോളേജുകളിലെ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിൽ കോളേജ് മാറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നാളെ രാവിലെ 10 മണിക്ക് മുൻപായിട്ട് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജില്ലയിലെ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പോകുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID കാർഡും അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ആ ഒരു ഫീസ് അത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഫീ പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുന്നതാണ്. അതിനുള്ള സൗകര്യം LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലായിട്ട് അതായത് 19, 20 തീയതികളിലായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. നിലവിൽ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് NOC സർട്ടിഫിക്കറ്റ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ പ്രധാനമായിട്ട് അത് വേണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നാളെ രാവിലെ 10 മണിക്ക് മുൻപായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങളുടെ ജില്ലയിലെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ പോവുക. അപ്പോൾ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ നമ്പേഴ്സ് ഇവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് ഓരോ LBS ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെയും നമ്പേഴ്സ് അതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു PDF-ൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഗവൺമെൻറ് കോളേജിലെ സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കോളേജ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു LBSൻ്റെ സെൻറ്റേഴ്സിൽ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് എത്താനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം എത്തിയ ശേഷം നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. അങ്ങനെ ഇതുവരെ അതായത് വിവിധ LBSൻ്റെ സെൻറ്റേഴ്സിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അവരുടെ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും മുൻഗണനാക്രമത്തിൽ ആരാണ് ഉള്ളത് അവർക്കാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് തന്നെ മുഴുവൻ ഫീസും അതായത് ട്യൂഷൻ ഫീസ് മുഴുവനായിട്ടും ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടതുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുമായിട്ട് ഈ ഒരു ഡിസംബർ 19, 20 തീയതികളിലായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വേക്കൻസി സംബന്ധിച്ചുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വെബ്സൈറ്റിൽ സാധാരണഗതിയിൽ ഈ ഒരു അലോട്ട്മെൻറ്റിന് ആ ഒരു ടൈം അതായത് എപ്പോഴാണ് അലോട്ട്മെൻറ്റ് ഉള്ളത് ആ ഒരു സമയത്ത് മാത്രമേ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഈ ഒരു വേക്കൻസിക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ LBSൻ്റെ സെൻറ്റേഴ്സിൽ പോവുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതായത് NOC സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തത് കൊണ്ട് നിങ്ങൾക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുന്നതല്ല. അതേസമയം നിങ്ങൾക്ക് ഒരു പുതിയൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്ത് പുതിയ കോളേജ് കിട്ടിക്കഴിഞ്ഞാലാണ് പറയാറുള്ളത് മുൻപ് ലഭിച്ച കോളേജ് മതിയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം മുൻപ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പുതിയ കോളേജിൽ കിട്ടുന്ന സമയത്ത് ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതില്ല. അതേസമയം പുതിയ കോളേജിൽ കിട്ടുന്ന സമയത്ത് ആദ്യം ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും. അതേസമയം പുതിയ കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റ് അവിടെ തന്നെ നിലനിർത്തുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് അതായത് ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്ത ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.